ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നേ തോരൻ വയ്ക്കാൻ കുറച്ച് ചീരച്ചെടികളൊക്കെ നിൽക്കും. ചീരച്ചെടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മത്തനില, മുരിങ്ങയില, പിന്നെ ഒരു പച്ചച്ചീര നിൽപ്പുണ്ട്, അത് പിന്നെ ഈ സാമ്പാർ ചീര എന്ന് പറയും, പിന്നെ തഴുതാമ നിൽപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അത് കുറച്ച് തോരൻ വയ്ക്കാവേ. പിന്നെ വേണ്ട ഈ കാണുന്നുണ്ടോ ഗൈസ്, നമ്മുടെ പിക്കുവിനൊരു കൂട് വേണമെന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞ് നമുക്കൊരു കൂട് വേണം നമ്മുടെ പിക്കുവിനെ ഇടാനാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പുള്ളി എറിഞ്ഞ ആ കൂടുണ്ട്, 2500 രൂപ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കൂടും കൊണ്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എൻ്റെ കോഴിക്കൂട്. നമ്മുടെ പിക്കു ഇതിനകത്ത് കയറത്തേ ഇല്ല, അവനിഷ്ടമില്ല. ഇതിൻ്റെ അടുക്കോട്ട് വരുമ്പോൾ തന്നെ അവന് ദേഷ്യമാവും, ഭയങ്കര കൊരയും ബഹളമാണ്. അത് കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ കൂടകത്ത് തന്നെ ഇടുന്ന കേട്ടോ. അവൻ കുഞ്ഞിലേ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കുഞ്ഞിലേ തൊട്ട് അകത്ത് കിടന്ന് ശീലിച്ചായിരുന്നു. അവൻ പുറത്ത് അവനിഷ്ടമല്ല, അവന് പുറത്ത് ഇങ്ങനെ കെട്ടിയിടുന്നതും കൂട്ടിയിടുന്നതും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഇതേല പറിക്കാം. കുറച്ച് മത്തനില പറിക്കാവേ. കണ്ടാലൊരു വൃത്തിയില്ലായ്മയൊക്കെ തോന്നും, പക്ഷെ ഇവിടെ ഒന്നും വൃത്തികേടൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇവിടെയൊക്കെ ഈ പഞ്ചസാര മണലാണ്. നമ്മുടെ കടപ്പുറത്ത് ബീച്ചിലേക്ക് മണ്ണില്ലേ, അതുപോലെയാണ്. ഒന്ന് കാണിച്ചേച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് മത്തനില പറിക്കാം. അതിൻ്റെ മുറ്റി ഇല അല്ല, നല്ല ഇഞ്ചി ഇല നോക്കി ഒരു 5-6 ഇല പറിക്കാം. പിന്നെ ഇത് നല്ല മഴയല്ലായിരുന്നു കുറച്ച് ദിവസം ഉണ്ട്, അപ്പോൾ നല്ല വൃത്തിയായി കിടക്കും. ഇലയൊക്കെ നല്ല അഴുക്കൊക്കെ പോയി വൃത്തിയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാവേ. ഇത് മതിയാവും കേട്ടോ. എല്ലാ ഇലയും കൂടെ എടുക്കുന്നുണ്ട്, കുറേശ്ശെ മതിയാവേ. അപ്പം നമ്മൾ മത്തനില നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ സാമ്പാർ ചീര, കൊഴുപ്പ് ചീര അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതാണ് നമുക്കിനി അത് പറിക്കാം. അത് കുറച്ച് മതി. ഇതാണ്, അതും കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂട് പച്ചച്ചീര നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി പറിക്കാം. ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു, ഇന്ന് കുറച്ച് വെയിൽ വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു മൂട് ചീര, അത് ഒരു 1.5 മൂടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇല, ഇതാണ് നമ്മുടെ ആ ഒരു മൂട് ചീര കേട്ടോ. ഒരുപാട് എത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മൂട് ചീരയാണ്. ഒരു 2000 ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തണ്ടൊക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് മുരിങ്ങയില. അപ്പോൾ കുറച്ച് മുരിങ്ങയില നമുക്ക് ഒടിച്ചെടുക്കാവേ. അപ്പോൾ കുറച്ച് മുരിങ്ങയില ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങയില എടുത്തു. ഇത് ചേനയുടെ ഇലയാണ് കേട്ടോ, പക്ഷേ ഇത് തളിര ഇല തന്നെ വേണം. ഈ ഇലയൊക്കെ ഒന്ന് മുത്തിപ്പോയി കൊതുകാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത തഴുതാമ പറിക്കാൻ പോകാം. പിന്നെ നമുക്കിന്ന് വെയിലുള്ളതുകൊണ്ട് നമ്മുടെ തുണികളെല്ലാം നമ്മളിവിടെ കുറേ പോർഷൻ നമുക്ക് തന്നിരിക്കുന്ന വീട് 3 പോർഷനായിട്ടുള്ള വീടാണ് കേട്ടോ. ഇതൊരു പോർഷനാണ്, ഇവിടെ ഇപ്പോൾ ആളില്ല. പിന്നെ എന്ന് പറയുന്നത് അടുത്തത് ഇതൊരു പോർഷനാണ് കേട്ടോ. ഇവിടെ ഈ വീടും നേരത്തെ ഒരു അമ്മ ഉണ്ടായിരുന്നു താമസത്തിന്. അപ്പം ഇപ്പം അമ്മ പോയി വീട് അവർ വേറെ വീട് വെച്ച് മാറിയപ്പോൾ ഈ വീടും അടഞ്ഞു കിടക്കാണ് കേട്ടോ. അപ്പോൾ ഈ 2 വീട്ടിലും കൂടെ ആൾ വന്നാൽ നമുക്ക് കൂട്ടാവും. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു പോർഷനിൽ മാത്രം നമ്മൾ താമസക്കാരുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് തഴുതാമ. ഞാനിതിങ്ങനെ വള്ളിയോടുകൂടി പറിച്ചെടുക്കണം. നമുക്ക് ഇല മാത്രം അടത്തിയെടുത്ത് തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് തഴുതാമ.
അപ്പം ഇത്രയും തഴുതാമയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഒരു മുറം പച്ചില ഇട്ടിട്ടുണ്ട് കേട്ടോ തോരൻ വയ്ക്കാൻ. അപ്പോൾ നമുക്കിതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി നമുക്കൊരു വലിയ ബേസിൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ടിട്ട് എല്ലാം കൂടി മുക്കി നല്ല പോലെ 2-3 പ്രാവശ്യം ഒലച്ച് കഴുകുന്നുണ്ട്. ചേമ്പല കേട്ടോ, ഇനി മുരിങ്ങയില കേട്ടോ, മുരിങ്ങയില. ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഞാൻ 2-3 വെള്ളത്തിൽ കഴുകി കേട്ടോ. മുരിങ്ങയിലയും കൂടെ ഒടിച്ച് കൂടെ വെച്ചു. ഒരു ഇല ഉണ്ടോ, ഇത് താമരയുടെ ഇല എത്രയുണ്ട് കേട്ടോ. വെച്ചു കേട്ടോ. പിന്നത് മത്തനില, കഴുകാമ ഇലയെല്ലാം പറിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഊരിയെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറേ ഏറെ ഉണ്ട്, പറിച്ചപ്പോൾ ഒരു ആവേശത്തിനങ്ങ് പറിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പിന്നീട് ഞാൻ അകത്ത് കൊണ്ടുവന്ന് പിച്ചിയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുരിങ്ങയില ഞുള്ളി എടുക്കാമേ. മുരിങ്ങയില ഞുള്ളി എല്ലാം എടുത്തതിന് ശേഷം ഞാൻ മാത്രമല്ല പിള്ളേരും കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ ഒരു നേരമാവും. പിന്നെ കുറച്ച് ഉണക്കമീനാണ് ഇന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നും പച്ചമീനൊന്നും വാങ്ങിയില്ല, കുറച്ച് ഉണക്കമീനാണ് വാങ്ങിയത്. അത് മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് ഉലച്ച് കഴുകിയതിന് ശേഷം എടുക്കുന്നത്. ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ നമ്മുടെ മുരിങ്ങയില അങ്ങോട്ട് അരിഞ്ഞെടുത്തു. മുരിങ്ങയില എന്ന് പറയുമ്പം ചിലർ അരിയത്തില്ല, ഞാൻ അരിഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കട്ട കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മുടെ ഒരു കുഞ്ഞൊരു ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ചേനയിലയുടെ, അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ മത്തനിലയാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, അതിൻ്റെ തണ്ടോടുകൂടിയാണ് ഞാൻ ഒടിച്ചെടുത്ത് അരിഞ്ഞത്. അപ്പം വലിയ ഇല ആയതുകൊണ്ട് ഞാനങ്ങനെ എല്ലാം കൂടെ ഒരു ഇലയിൽ വെച്ച് നമ്മുടെ ചുരുട്ടുന്നത് പോലെ ചുരുട്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിയുമ്പോൾ നല്ല എളുപ്പമാണ് അരിഞ്ഞെടുക്കാൻ, അവിടെ ഇവിടെയൊന്നും വലുതും ചെറുതായിട്ടൊന്നും വീഴത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, നമ്മുടെ സാമ്പാർ ചീര. എല്ലായിടത്തും എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ സാമ്പാർ ചീര, കൊഴുപ്പ് ചീര എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതെടുത്ത് ഞാൻ തോരൻ വയ്ക്കുന്നത് കേട്ടോ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് തോരൻ വയ്ക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ പച്ചച്ചീരയുടെ ഒരു വലിയൊരു തണ്ട് കേട്ടോ. തണ്ട് നമുക്ക് തോന്നും കണ്ടാലും അത് മുറ്റിയതാണെന്ന്, പക്ഷേ വെറും തളിര് തണ്ടായിരുന്നു കേട്ടോ. ഞാനതൊരു പൂ പോലെയൊക്കെ ആക്കി ഞാനങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 കീറി വേണം അരിയാനായിരുന്നേ, അത്ര വലിയ തണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 4 കീറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടോ ഗൈസ്. നമ്മുടെ ഒരു ചീരയുടെ ഇല കണ്ടോ, എന്തൊരു മുട്ടനില. ഞാൻ എൻ്റെ കൈ വെച്ച് നോക്കിയിട്ട് എൻ്റെ കൈക്കാട്ടിലുണ്ട് ആ ചീര. അതും ഞാനെല്ലാം കൂടെ എടുത്തങ്ങനെ അടുക്കി വെച്ചൊരു വെറ്റലക്കാട്ടിലൊക്കെ വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. അതും പാതെറുക്കും പോലെ തീർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരിഞ്ഞെടുക്കാൻ തുടങ്ങി. തണ്ടെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയ തണ്ടും കൂടെ ആ തണ്ടിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇല മാത്രം മറ്റുള്ള ഇല അരിഞ്ഞ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നല്ല പണിയാണ് കേട്ടോ. എല്ലാം തണ്ടും ഇലയും എല്ലാം നമ്മുടെ അടുക്കള നിറച്ച് എനിക്ക് അടുത്ത പണിക്കുള്ളത് വകയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തഴുതാമ, ഇതും ഞാൻ ആദ്യമായിട്ടാണ് തോരൻ വയ്ക്കുന്നത്. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് ചെറിയൊരു കയ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാ ഇലയുടെ കൂട്ടത്തിലും കൂടെ ഇത് അരിഞ്ഞിടുവാണ്. കയ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കിനി വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ അരിഞ്ഞെടുത്തപ്പോഴേക്കും ഇത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രയും സാധനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാനങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഇതിന് അരപ്പ് തയ്യാറാക്കണ്ടേ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, മുളക്, പച്ചമുളക് കേട്ടോ, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പുരാതന കാലത്തെ ആ ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലുത് തന്നെ വെക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഇത്തിരി ഇലയും ഒരുപാടുണ്ടല്ലോ. അപ്പം നല്ലപോലെ ചിക്കിയൊക്കെ ഇട്ട് വേവിക്കാൻ പാകത്തിനുള്ള പാത്രം തന്നെ വെച്ച്, ചെറിയ ചീനിച്ചട്ടി വെച്ചില്ല കേട്ടോ അന്ന്. അപ്പം ഞാൻ എപ്പോഴും ഞാൻ ചീര വാങ്ങിച്ചാൽ ആദ്യം ഞാനിങ്ങനെ തണ്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. മുൻപേ തണ്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ തണ്ട് അങ്ങോട്ട് നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ അരപ്പെടുത്ത് അതിനകത്ത് വയ്ക്കും, ആ തണ്ടിനകത്തോട്ട് തന്നെ വയ്ക്കും. അപ്പോൾ അരപ്പ് ചട്ടിയിലോട്ട് ഒട്ടിപ്പിടിക്കാതിരുന്നാൽ
അരപ്പ് കൂടുതൽ അടി പിടിക്കില്ല ഇങ്ങനെ ചെയ്താൽ. അപ്പം ഞാൻ അങ്ങനെ തണ്ടിനകത്തോട്ട് അരപ്പൊക്കെ വെച്ച് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ആ തണ്ടൊന്ന് കൂട്ടി ഇളക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇലയെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ എന്താ പറയുന്നത് കിരീടം പോലെ കമത്തി കൊടുത്തിട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നല്ലപോലെ തട്ടി പൊത്തി വെച്ചിട്ട് അടപ്പെടുത്ത് അടച്ചു വെച്ച് ഇനി ആവിയിൽ ഇതിന് ഒരുപാട് വേഗില്ലല്ലോ, ചെറിയൊരു തീ മതി കേട്ടോ. വളരെ കുറച്ച് തീ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് ചിക്കി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതെല്ലാം കൂടെ നല്ല വെന്തിട്ടുണ്ട്. ഇത് കുഴഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് കട്ട പിടിക്കും. ആ കൂട്ടത്തിൽ തന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ നമ്മുടെ ഉണക്കമീനും കൂടെ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഉണക്കമീനും ചീരയും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പം ഒരു വട്ടം തന്നെ ഞാൻ ഇട്ടങ്ങ് മൂപ്പിച്ചെടുത്തു കേട്ടോ മീൻ, ഇല്ലെങ്കിൽ 2-3 വട്ടം ആകുമ്പോഴത്തേക്ക് പാടാം. അത് കരുതി ഞാനത് ഒരുമിച്ച് തന്നെ അങ്ങ് നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതേ നമ്മുടെ തോരൻ അപ്പോഴേക്കും നല്ല കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആയി. ഞാനതെല്ലാം ചിക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ടേ. ഉപ്പ് നോക്കിയപ്പം ഉപ്പും എല്ലാം കറക്റ്റ് പാകത്തിനുണ്ടായിരുന്നു, വേവും കറക്റ്റ് പാകത്തിനായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മതിയെന്ന് കരുതി പിള്ളേരോടൊക്കെ ആയി തലകുലുക്കി ആക്ഷനൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ അച്ചുമോളാണ്, അവളും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചിക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ട് അപ്പോൾ കഴിക്കാനുള്ള സമയമായി വരുന്നുണ്ട്. എല്ലാവർക്കും വിശക്കുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടുത്തെ അമ്മ കേട്ടോ, ഇവിടുത്തെ അമ്മയാണെങ്കിൽ കർക്കിടക മാസത്തിൽ ഈ 10 ഇല തോരൻ വെക്കുകയെ. അതാണ് ഇതാണ് എനിക്ക് ഇങ്ങനെ ഒരു തോരൻ വെക്കാനൊരു പ്രചോദനമായത് കേട്ടോ. അപ്പോൾ അമ്മ അതിൽ ചൊർദനം വരെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ സാമ്പാറും ചീരത്തോരനും നമ്മുടെ ഉണക്കമീനും എല്ലാം കൂടെ കൂട്ടി ഇളക്കി എൻ്റെ അമ്മ ഒരു പിടി പിടിച്ചേട്ടോ ഗൈസ്. അയ്യോ പറയാൻ വയ്യ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തിനാ കുറേ മീനും കപ്പയും ചക്കയൊക്കെ എന്തിനല്ലേ, കിട്ടിയതൊക്കെ ഞാൻ കഴിക്കും, അത് വേറെ. അപ്പോൾ ഇത് ഒരു പൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ടാറ്റാ.